അപ്പോൾ ഞങ്ങൾ പൊന്നായിക്കുട്ടിയിൽ നിന്ന് ബീച്ചിലൊന്ന് പോയതാണ് കേട്ടോ. പൊന്നായിക്ക് ഞായറാഴ്ച ആയപ്പോൾ ബീച്ചിൽ പോകണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ പൊന്നായുടെ അപ്പുപ്പയുണ്ട്, അമ്മുമ്മയുണ്ട്, ആശാമ്മയുണ്ട്, പാറക്കുട്ടിയുണ്ട്, ഡിങ്കുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിൽ പോയി. അവിടെ നല്ലൊരു ഉത്സവത്തിൻ്റെ മൂടാണ് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് റൈഡുകളുണ്ട്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് പൊന്നായി ശരിക്കും പറഞ്ഞാൽ തുള്ളിച്ചാട്ടായിരുന്നു കേട്ടോ. പൊന്നായിക്ക് കയറാൻ പറ്റുന്ന ഒരു സാധനം അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് ഈ കുഞ്ഞു കാറാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരെ കയറ്റി ഇരുത്തി ഓടിക്കുന്ന ഒരു കാറാണ്. അപ്പോൾ കുറേ നേരം അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പൊന്നായി ശരിക്കും ഡ്രൈവിംഗ് എൻജോയ് ചെയ്തു കേട്ടോ. പൊന്നായി അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് പൊന്നേ തന്നെ മതി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പൊന്നയെ അവിടെ നിന്ന് ഇറക്കിയത് കേട്ടോ. അങ്ങനെ പൊന്നയുടെ ആ ഒരു എൻജോയ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അപ്പം പൊന്നായിക്കൊരു വലിയ ബബിൾ ഉണ്ടാക്കുന്ന ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ട്, അതുകൊണ്ട് ബബിൾ ഉണ്ടാക്കി കളിയും ബബിളിനെ ഓടിച്ചിട്ട് പിടുത്തമൊക്കെ ആയിരുന്നു പൊന്നായി. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും പൊന്നായിക്ക് ബീച്ചിൽ നിന്ന് വരാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ പൊന്നായിയെ നമ്മളൊരു പരുവത്തിനാണ് അവിടുന്ന് വലിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ പൊന്നായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പൊന്നായിയുടെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും. താങ്ക്. അപ്പോൾ ഞങ്ങൾ പൊന്നായിക്കുട്ടിയിൽ നിന്ന് ബീച്ചിലൊന്ന് പോയതാണ് കേട്ടോ. പൊന്നായിക്ക് ഞായറാഴ്ച ആയപ്പോൾ ബീച്ചിൽ പോകണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ പൊന്നായുടെ അപ്പുപ്പയുണ്ട്, അമ്മുമ്മയുണ്ട്, ആശാമ്മയുണ്ട്, പാറക്കുട്ടിയുണ്ട്, ഡിങ്കുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിൽ പോയി. അവിടെ നല്ലൊരു ഉത്സവത്തിൻ്റെ മൂടാണ് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് റൈഡുകളുണ്ട്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് പൊന്നായി ശരിക്കും പറഞ്ഞാൽ തുള്ളിച്ചാട്ടായിരുന്നു കേട്ടോ. പൊന്നായിക്ക് കയറാൻ പറ്റുന്ന ഒരു സാധനം അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് ഈ കുഞ്ഞു കാറാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരെ കയറ്റി ഇരുത്തി ഓടിക്കുന്ന ഒരു കാറാണ്. അപ്പോൾ കുറേ നേരം അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പൊന്നായി ശരിക്കും ഡ്രൈവിംഗ് എൻജോയ് ചെയ്തു കേട്ടോ. പൊന്നായി അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് പൊന്നേ തന്നെ മതി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പൊന്നയെ അവിടെ നിന്ന് ഇറക്കിയത് കേട്ടോ. അങ്ങനെ പൊന്നയുടെ ആ ഒരു എൻജോയ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അപ്പം പൊന്നായിക്കൊരു വലിയ ബബിൾ ഉണ്ടാക്കുന്ന ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ട്, അതുകൊണ്ട് ബബിൾ ഉണ്ടാക്കി കളിയും ബബിളിനെ ഓടിച്ചിട്ട് പിടുത്തമൊക്കെ ആയിരുന്നു പൊന്നായി. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും പൊന്നായിക്ക് ബീച്ചിൽ നിന്ന് വരാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ പൊന്നായിയെ നമ്മളൊരു പരുവത്തിനാണ് അവിടുന്ന് വലിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ പൊന്നായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പൊന്നായിയുടെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും. താങ്ക്.